ചോദ്യം തന്നിട്ടുള്ളത് 50 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള 230 വോൾട്ടേജ് ഉള്ള ഒരു സപ്ലൈ കൊടുക്കുന്നു. കപ്പാസിറ്റൻസ് വന്നിരിക്കുന്നത് 26.5 മൈക്രോ ഫാരഡാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് 1/2πf ഇൻറ്റു സി 1/3 ഇൻറ്റു 1.4 ഇൻറ്റു 50 ഇൻറ്റു 26.5 ഇൻറ്റു 10⁻⁻6 ചെയ്താൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് 20 ഓം. ഇനി വോൾട്ടേജ് റൈറ്റ് വോൾട്ടേജ് ഇക്വേഷൻ ബിഗ് വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. കപ്പാസിറ്റർ ആകുമ്പോഴാണ് പ്ലസ് π/2 വരുന്നത്. അടുത്തത് മാക്സിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് RMS വാല്യൂ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. √2 × 230 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 325 വരിക. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കിട്ടി. IM മാക്സിമം കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വോൾട്ടേജിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ IM കിട്ടും. IM എന്ന് പറഞ്ഞാൽ 325 ഡിവൈഡ് ബൈ 120 എന്ന് പറഞ്ഞാൽ 2.71 ആംപിയർ. ഫൈ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ π/2 ആണ്. ഫേസ് എന്ന് പറയുന്നത് π/2 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 ഗുണം 3.14 ഇൻറ്റു 50 ആണ്. 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 100 ആയി. 100നെ 3.14 കൊണ്ട് ഗുണിച്ചാൽ 314 ആയി. ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതാം. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എം എന്ന് പറഞ്ഞാൽ 325 സൈൻ 314 ഇൻറ്റു ടി. ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 2.71 ആംപിയർ സൈൻ 314 ടി ഇൻറ്റു π/2. അപ്പോൾ വോൾട്ടേജ് ഇക്വേഷനായി, ടൈം ഇക്വേഷൻ ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയി. അടുത്തത് ഷോ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് വിത്ത് എക്സ് ആക്സിസിൽ ടൈം ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടൈം ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ടൈം ഡയഗ്രത്തിൽ വി എം സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ മാക്സിമം ആയി. പിന്നെ പൈ 180 ആയപ്പോൾ 0 ആയി. വീണ്ടും 2 പൈ ആയപ്പോൾ 0 ആയി. അപ്പോൾ π/2 വരുന്ന വരെ π/2 വന്നു കഴിഞ്ഞാലാണ് കറണ്ട് 0 ആവുന്നത് കപ്പാസിറ്ററിലൂടെ. കാരണം ഈ ടേം എന്തായിട്ട് മാറും? π/2 പ്ലസ് π/2 180 ആവും ഈ ഇൻസ്റ്റൻറ്റിൽ കറണ്ടിനെ സംബന്ധിച്ച്. അപ്പോൾ കറണ്ട് 0 ആവും. ഓക്കെ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 180നേക്കാളും കൂടുതലാണ് വരുന്നത്. 90 പ്ലസ് 90നേക്കാളും കൂടുതൽ വാല്യൂ അല്ലേ ഇവിടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കറണ്ട് നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ ഫോം വരയ്ക്കാം. പിന്നെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് 4 സി ആയിട്ട്. അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുക. കറണ്ട് ലീഡ് ചെയ്യാണ്, വോൾട്ടേജ് പിറകെ വരികയാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.